ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിൽ കൂടി എൻ്റെ അനുഭവ സാക്ഷ്യം പറയുക. കർത്താവ് ഇടയാക്കിയ വൻകൃപയോർത്ത് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ പെന്തക്കോസ്ത് അനുഭവത്തിലാണ് വളർന്നത്. എൻ്റെ കാരണം എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ എൻ്റെ ഫാമിലിയിൽ എൻ്റെ പപ്പയൊക്കെ നല്ല മദ്യപാനിയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മൂലം ഞങ്ങൾ എൻ്റെ പപ്പയും അതുപോലെ ഞങ്ങൾ സഹോദരങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് കടക്കുവാനിടയായി. പിന്നെ ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു 10-13 വയസ്സായപ്പോൾ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വന്നു. കൂട്ടുകാരോട് ചേർന്ന് മദ്യപിക്കുകയും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയും അങ്ങനെ പല രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പക്ഷേ എന്തൊക്കെ ചെയ്താലും എൻ്റെ ഉള്ളിലൊരു ദൈവസ്നേഹം ഉണ്ടായിരുന്നു. അതായത് കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്, ചെയ്യുന്ന തെറ്റുകളെല്ലാം ദൈവം കാണുന്നുണ്ട് എന്നൊരു പശ്ചാത്താപം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ മദ്യപിക്കും പോലും ഞാൻ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മദ്യപിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നാൽ കൂട്ടുകാരുടെ ഒപ്പം ഞാൻ പലവിധമായ ഇതിൽ പോകുമെങ്കിലും എൻ്റെ നാവിനെ ദൈവം കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ വായിലൊരു ചീത്ത വാക്കോ അങ്ങനെയുള്ള ഒന്നും പറയുന്നത് എനിക്കിഷ്ടമില്ലായിരുന്നു. എനിക്ക് കേൾക്കുന്നതും ഇഷ്ടമില്ല, ഞാൻ പറയുന്നതും എനിക്കിഷ്ടമില്ല. പക്ഷേ സ്വയം ചില പ്രവൃത്തികൾ ചെയ്ത് അങ്ങനെ കഴിഞ്ഞു പോയെന്നല്ലാതെ. അതുപോലെ തന്നെ ദൈവദാസന്മാരുടെ കാണുമ്പോഴൊക്കെ എനിക്ക് അവരുടെ അടുത്ത വലിയ ബഹുമാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുഞ്ഞുനാൾ മുതലേ ഞാനിങ്ങനെ ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പല ദൈവദാസന്മാരൊന്നും മൈക്കൊന്നും ഇല്ലാത്ത സമയങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ദൈവദാസന്മാരൊക്കെ ഫ്രണ്ടിൽ വന്ന് വളരെ ശബ്ദമായിട്ട് അന്യഭാഷ പറയും, കർത്താവിനെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ദൈവദാസന്മാരുടെ വായിൽ നിന്നൊക്കെ തുപ്പലൊക്കെ ഇങ്ങനെ പുറത്ത് വീഴുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളൊക്കെ അതിനെ തുടച്ച് കളയും. പക്ഷേ ഞാനത് തുടയ്ക്കാതെ ഇത് ദൈവത്തിൻ്റെ അഭിഷേകമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ തുടയ്ക്കാതെ വെച്ചുകൊണ്ടിരിക്കും. അപ്പം ആ അഭിഷേകം എൻ്റെ മേൽ കർത്താവ് ഇന്നും പകർന്നിട്ടുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ അങ്ങനെ അത് എൻ്റെ കുട്ടിക്കാലമാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പോകുമ്പോൾ കർത്താവ് എൻ്റെ വിവാഹമെല്ലാം കഴിഞ്ഞു. അപ്പോൾ കർത്താവ് ഒരു ദിവസം എന്നെ തൊടുവാനിടയായി. ഒരു ദൈവദാസൻ ഒരു ഫാസ്റ്റിംഗ് പ്രയറിലാണ് ദൈവം എന്നെ തൊട്ടത്. ഒരു ദൈവദാസൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങാൻ പോകുന്ന ആ സമയത്ത് തന്നെ ഒരു ദൈവശക്തി എൻ്റെ മേൽ ആരും കൈ തൊടാതെ തന്നെ വന്ന് വീഴുകയും, അപ്പോൾ ആ ദൈവശക്തിയുടെ മേൽ എനിക്കറിയത്തില്ലായിരുന്നു ദൈവം എനിക്ക് ഒരുപാട് കൃപാവരങ്ങളെ കൊണ്ട് നിറയ്ക്കുവാനിടയായി. അതിനുശേഷം ഒരു ദിവസം ഞങ്ങൾ സഭയിലായിരിക്കുമ്പോൾ കുറച്ച് ദിവസം അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ സ്തുതിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഒരു ദൈവദാസൻ ഇടുക്കിയിൽ വന്ന് ഞങ്ങളെ സഭയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി ഭൂതം ബാധിച്ച് അവർക്ക് ആ ഭൂതം അവരെ മേലൊന്ന് ഇളവി. അപ്പം അവിടെ സഭയിലുള്ള ആ ദൈവദാസനും അതുപോലെ എൻ്റെ സഹോദരനാണ് അവിടുത്തെ പാസ്റ്റർ, ആ ദൈവദാസനും അതുപോലെ ഈ ഇടിക്കുന്ന ദൈവദാസനും രണ്ടുപേരും നന്നായിട്ട് ശാസിച്ചെങ്കിലും ഈ ഭൂതം ഇരിക്കാതെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഇടിക്കുന്ന ദൈവദാസനോട് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് അവിടെ ഇരിക്കുന്ന ആ ദൈവദാസൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ സഹോദരൻ പറഞ്ഞാൽ മാത്രമേ ഈ ഭൂതം അനുസരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്നോട് ആ ദൈവദാസൻ പറഞ്ഞ്, കർത്താവ് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ദൈവദാസനെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഈ ഭൂതം ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആദ്യമായിട്ടാണ് ഒരു ദൈവദാസൻ എന്നോട് ദൈവദാസനെ എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ അതെങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇരിക്കും, ഈ ദൈവദാസന്മാർ പറഞ്ഞിട്ട് ഇരിക്കാത്തത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും എന്നെനിക്കൊരു അതിയായ ഒരു വാഞ്ചയുണ്ട്. അപ്പം ഞാൻ ശരി, എന്തായാലും ദേവദാസൻ പറഞ്ഞല്ലേ, എന്തായാലും എണീറ്റപ്പോൾ തന്നെ ഈ ഭൂതം കുറച്ച് ബാക്കിലോട്ട് മാറാൻ തുടങ്ങി. ഒരു 2 അടി ബാക്കിലോട്ട് മാറി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അടുത്തോട്ട് നടന്നു വരും തോറും ഈ ഭൂതമുള്ള ആ സഹോദരി ബാക്കിലോട്ട് പോകുന്നു. പിന്നെ ഞാൻ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ ഇരിക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് 2 കൈയും തൊഴുതുകൊണ്ട് മുട്ടുകുത്തി ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അതായത് കർത്താവിലേക്കുള്ള എൻ്റെ ടേണിംഗ് പോയിൻ്റ് സ്റ്റാർട്ടായത് അവിടെ വെച്ചാണ്. ഒരു ഭൂതത്തെ പുറത്താക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ ഉണർത്തിച്ചു എനിക്ക് സുവിശേഷ വേല ചെയ്യണം എന്നിങ്ങനെ എൻ്റെ ഉള്ളിൽ തോന്നി. അങ്ങനെ ഞാൻ ഒരു ബോക്സ് വാങ്ങിച്ച് തെരുവുകളിൽ പോയി
തെരുവുകളിൽ നിന്നും കൊണ്ട് ആദ്യം ഞാൻ പ്രസംഗിക്കത്തില്ലായിരുന്നു, ദേവദാസന്മാരെ കൂട്ടുവിളിച്ച് പ്രസംഗിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ വലിയ അനുഗ്രഹങ്ങളുണ്ടായി. കാര്യം എന്ന് വെച്ചാൽ പലയിടത്തും പല എതിർപ്പുകളും കടന്നു വന്നു. ആ എതിർപ്പുകളിലെല്ലാം ദൈവം, അതായത് പലരും അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്, ബോക്സൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ടുണ്ട്, എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് പലരും ബഹളം കാണിച്ചു. ആ സമയങ്ങളിലൊക്കെ എൻ്റെ ദൈവം ദൂതന്മാരെ അയച്ചു എന്നെ കാവൽ ചെയ്ത്, എൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ കാവൽ ചെയ്തു. ആരും എന്നെ ഉപദ്രവിക്കാനൊന്നും ദൈവം വിട്ടില്ല ഇതുവരെ. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് പോയപ്പോഴാണ് പഞ്ചാബിൽ നിന്ന് എനിക്കൊരു വിളി വന്നു. അങ്ങനെ ഒരു ദേവദാസ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ശുശ്രൂഷയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ഹിന്ദി അറിയാമെങ്കിലും ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു സുഹൃത്തുള്ള നമ്മുടെ ഒരു ചേച്ചിയുടെ മോനെ കൂടെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി. അതായത് അവൻ അവിടെ തന്നെയാണ്, കാശ്മീരിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അവൻ ശുശ്രൂഷനായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ അവനെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് കർത്താവിൻ്റെ കൃപയാൽ ആ സഭയിൽ പോയി കാല് വയ്ക്കുമ്പോൾ തന്നെ ആ ചർച്ചിനകത്തെല്ലാം ഭൂതങ്ങൾ അലറി വിളിക്കാൻ തുടങ്ങി. പക്ഷേ ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു സാധാരണ അവിടെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഭൂതങ്ങളെ വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അകത്ത് കയറി അകത്ത് പോയപ്പോഴാണ് എൻ്റെ അടുത്ത് നമ്മുടെ ഒരു ചേച്ചിയുടെ മകൻ പറഞ്ഞത്, അങ്കിള് പള്ളിക്കകത്ത് കയറിയ സമയത്താണ് ഈ ഭൂതങ്ങളെല്ലാം അലറി വിളിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വെറുതെ പറയാതെ എന്ന് പറഞ്ഞു. ഇല്ല അങ്കിളെ ശരിയാ, അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് നമ്മളെ ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഇതിനകത്ത് സഭയ്ക്കകത്ത് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ രണ്ട് സൈഡും അലറി വിളിച്ച് ഓടുകയും പിന്നെ ഭൂതങ്ങളൊക്കെ പലതും ഇളകിപ്പോവുകയൊക്കെ ചെയ്തു. പിന്നെ കർത്താവ് അങ്ങനെ കുറച്ച് അന്നത്തെ ദിവസം ആ വീക്കിൽ തന്നെ അവിടെ ഒരു സ്നാനം ഉണ്ടായി. ആ സ്നാനത്തിനകത്ത് ദൈവം ഒരു മഹാ അത്ഭുതം ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ആ സ്നാനം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സ്നാനമാണ്. അപ്പം ഞാൻ ആ ദേവദാസനോട് പറഞ്ഞ പാസ്റ്റർ ഇങ്ങനെ കുറച്ച് പേര് സ്നാനപ്പെടാനുണ്ട്, സ്നാനപ്പെടുത്തുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് നേരത്തെ പറഞ്ഞു കുറച്ച് പേരെ സ്നാനപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്നാനപ്പെടുത്താൻ തീരുമാനിച്ചു. അപ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവ് എങ്ങനെയാണ്? അപ്പോൾ ഇതിൻ്റെ വാക്കുകളും ഇതിൻ്റെ വാക്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പഠിക്കാൻ തുടങ്ങി. അതേ പലപ്പോഴും ഞാൻ സ്നാനപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ പെടുത്തിയത് ആദ്യമായിട്ടാണ്. അപ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കിതിനുള്ള അധികാരമുണ്ടോ, അഭിഷേകമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ചു. ഈ വെള്ളത്തെ ശുദ്ധീകരിച്ചു. വെള്ളത്തെ ശുദ്ധീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ വെള്ളത്തിന് ഒരു തീയായി മാറാൻ തുടങ്ങിയായി. ഒരു സഹോദരി ഈ ആദ്യമായിട്ട് സ്നാനപ്പെടാനകത്ത് വന്നപ്പോൾ തന്നെ ആ സഹോദരി വെള്ളത്തിൽ കാല് വെച്ചപ്പോൾ തന്നെ അവരുടെ മേൽ പൈശാചിക സാന്നിധ്യം ഇളവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ അതിനുവേണ്ടി അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അകത്ത് വന്ന് അവരുടെ ഭൂതത്തെ ഞാൻ പുറത്താക്കിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ അതായത് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ സ്നാനപ്പെടുത്തി. അങ്ങനെ അന്നത്തെ സ്നാനത്തിൽ 7 പേര് സ്നാനപ്പെടുന്നുണ്ടായി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 7 പേരെയാണ് ആദ്യം സ്നാനപ്പെടുത്തി. അതിനുശേഷം പിന്നെ കുറേ സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞ് പല പ്രാവശ്യം ഞാൻ അവിടെ പഞ്ചാബിലും പിന്നെ ഡൽഹിയിലും പിന്നെ അത് പോയിട്ട് പല സ്ഥലങ്ങളും ആന്ധ്രയിൽ, തെലങ്കാന എന്ന് വേണ്ട തമിഴ്നാട് പല സ്ഥലങ്ങളിലും കർത്താവ് എന്നെ അയക്കുകയുണ്ടായി. പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കടന്നു പോകുമ്പോഴാണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളില്ല. അപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞ് നീ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ദേവദാസൻ എന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വന്നാലേ പറ്റത്തുള്ളൂ, ദേവദാസനെ വന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ഞങ്ങൾ പാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്പീക്കർ മെയിൻ ഗസ്റ്റ് പാസ്റ്ററാണ്, അതുകൊണ്ട് വന്ന് പ്രസംഗിക്കണം, ഇവർക്ക് വേണ്ടിയിട്ട് അത് വചനങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ എങ്ങനെ പോകും? എനിക്കാണെങ്കിൽ നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പയ്യൻ വരുന്നതുമില്ല. എങ്കിലും ദൈവാത്മാവിനോട് പറഞ്ഞ് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് 3 ദിവസം ട്രെയിനിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് കൊണ്ടുപോയി. പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ അവിടുത്തെ ദേശാന്തര ശക്തി പൊട്ടുവാനിടയായി. കാരണം ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു സഹോദരി അവിടുന്ന് ഭൂതം ബാധിച്ച് ചർച്ചിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ചപ്പം കുറച്ച് സമയം ആയിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഒരു അരമണിക്കൂറിനകത്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ കാല് വെച്ച സമയം, അതായത് ഞാൻ പഞ്ചാബിലോട്ട് കാല് വയ്ക്കുന്ന സമയം കർത്താവിനോട് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതായത് ഭൂതങ്ങളും ഈ ദേശാന്തര ശക്തികളും ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാല് വെച്ചത്. അപ്പോൾ ആ സമയത്താണ് ഈ ഭൂതം വിളകിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനകത്ത് വന്ന് അതിനെ ശാസിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിൽക്കുക, ശാസിച്ചാനെ പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആൻറ്റി ഓടിക്കൊണ്ടുവന്നിട്ട് പറയുക, എൻ്റെ മകൻ ആക്സിഡൻ്റായി അപ്പം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് അകത്ത് കയറിപ്പോയി. അതിന് ശേഷമാണ് പിന്നെ മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഈ ആൻറ്റി വീണ്ടും, ഈ ആൻറ്റി അല്ല വേറെ ഒരു 4 പേരായിട്ട് ചേർന്ന് ഒരു വണ്ടി വിളിച്ച് വന്നു. ഒരു വണ്ടി വിളിച്ച് വന്നിട്ട് പറഞ്ഞു, ഒരിടത്ത് പ്രാർത്ഥിക്കാൻ പോകണം പാസ്റ്ററെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ പ്രാർത്ഥിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്ന വഴിക്ക് ഞാൻ നല്ല അന്യഭാഷയെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക. പോയപ്പോൾ അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിലാണ് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ കൊണ്ടുപോയി അതിനകത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ അകത്ത് കയറ്റി വിടാതിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള പാസ്റ്ററാണ്, അപ്പം ഈ ഇവിടുത്തെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്, അകത്ത് കയറ്റി വിടണമെന്ന് പറഞ്ഞപ്പം എന്നെ അകത്ത് കയറ്റി വിട്ടു. അപ്പോൾ എന്ത് ചെയ്ത്, ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ തന്നെ ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനെ ആക്സിഡൻ്റായിട്ട് അവനവിടെ കൊണ്ടുവന്ന് അവനവിടെ ഇങ്ങനെ കിടക്കണം നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അതായത് അവൻ്റെ 2 കാലും ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്, അവൻ്റെ ഇതുവരെ അവന് വെള്ള തുണി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ തലച്ചോറൊക്കെ പൊട്ടി പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ മൂക്കിൽ ഇങ്ങനെ 2 പഞ്ഞി വെച്ചിട്ടുണ്ട്, ചെവിയിൽ ഇങ്ങനെ പഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ഓസ് മാത്രമുണ്ട്, ഇത് മാത്രമേ അവൻ്റെ ഉള്ളൂ. അപ്പം ഈ ഇതിൽ കൂടെയാണ് ചെറിയതായിട്ടെങ്കിലും ശ്വാസം കിട്ടണമെന്ന് മനസ്സിലായി എനിക്ക്. പക്ഷേ എന്നിട്ട് ബാക്കിയെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുക. അപ്പം ഈ ഓസ് മാത്രം ഡിസ്കണക്ട് ചെയ്ത് അവർ വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം മരിച്ചിട്ട് മണിക്കൂറുകളായെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഈ ഒരു ഓസ് മാത്രം അവർ ഡിസ്കണക്ട് ചെയ്യാതെ വച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ അത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പ്രാർത്ഥിച്ചാണ് എനിക്ക് പരിചയം. ഈ മരിച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ എങ്ങനെ കർത്താവ് പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ആകെ ഒരു ടെൻഷനായി. അപ്പം എന്നാലും ദൈവം എന്നോട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞു. അപ്പം ഞാനെന്ന് വെച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ ഇതിനെ നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു എന്താ പറയുക, ഇവനെ കൊന്ന ഒരു ഭൂതത്തെ അല്ലെങ്കിൽ ഒരു പിശാചിനെ ഞാൻ അവൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആ പൈശാചിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പുറത്താക്കി. ഞാൻ പുറത്താക്കിയതിന് ശേഷം ഞാൻ ഇവൻ്റെ ഈ ഹൃദയത്തിലോട്ട് ഇങ്ങനെ കൈവച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അല്പം പോലും അനക്കമില്ല. അപ്പോൾ ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് നേരം പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഒരു ശ്വാസം കിട്ടാതെ ഒരു വെള്ളത്തിനകത്ത് കിടന്ന ഒരു വ്യക്തി പുറത്തോട്ട് വന്നിട്ട് ഇങ്ങനെ വളരെ ഉച്ചത്തിൽ ഹാന്ന് വിളിച്ച് ഇങ്ങനെ ഒരു വാ തുറന്ന് വിളിക്കുന്നത് പോലത്തെ അനുഭവത്തിൽ ഇവൻ്റെ ശ്വാസം എടുത്ത് ഭയങ്കര വന്നു. ഇവൻ്റെ ഹൃദയമെല്ലാം നല്ല ശക്തമായി ഇടിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം ഇവ മരിച്ചുപോയി എന്നുള്ള രീതിയിലാണ് ഇരിക്കുമായിരുന്നു. പക്ഷേ ഇവർ എല്ലാവരും കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഭയങ്കര കരച്ചിൽ വന്നു. ഞാനും കർത്താവ് ഇത്രയും വലിയ അത്ഭുതം എന്നിൽ കൂടി ചെയ്തല്ലോ എന്ന് ഓർത്തും കൊണ്ട് എന്നിൽ കൂടി എനിക്കും കണ്ണീര് വരാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഇവൻ്റെ ഭയങ്കര നിലവിളിയായിരുന്നു. നിലവിളിക്കുന്നതിന് കാരണം ഇവൻ അത്രയും സമയം ഇവൻ്റെ ശരീരത്തിൽ ജീവനില്ലായിരുന്നു. അപ്പോൾ ജീവൻ വന്നപ്പോൾ ഇവൻ്റെ ശരീരം വേദനിക്കാൻ തുടങ്ങി. ഇവൻ നല്ല നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർമാരെല്ലാം ഓടി വന്ന് അവിടെ നിന്നുള്ള എല്ലാ ആൾക്കാരെയും പുറത്താക്കിയിട്ട് എന്നെ മാത്രം പുറത്താക്കിയില്ല. അവർക്കും ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇവിടെ ഈ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ജീവൻ വന്നതെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്നെ മാത്രം പുറത്താക്കാറ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന്. പിന്നെ അങ്ങനെ ഈ ബാക്കി വന്ന് ഡിസ്കണക്ട് ചെയ്ത അതെല്ലാം എടുത്ത് അവൻ്റെ ശരീരത്തെ ഘടിപ്പിക്കാനിടയായി. ഘടിപ്പിച്ചിട്ട് കുറച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ പയ്യൻ നടന്ന് ചർച്ചിൽ വന്ന്. കാര്യം കർത്താവ് അത്ഭുതം ചെയ്താൽ അങ്ങനെ ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയൊരു മിറക്കിളാണ് അന്ന് എനിക്കവിടെ ദൈവനിൽ കൂടി അന്ന് ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ ഇതുപോലൊരു അനുഭവം ഉണ്ടായി. പക്ഷേ എനിക്ക് ഇത് ദൈവം എങ്ങനെ ആക്കിയെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ ഒരു സഹോദരൻ്റെ, എൻ്റെ ഒരു വലിയമ്മയുടെ മകൻ്റെ ഭാര്യ ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവർക്കൊരു വേറെ എന്തോ അസുഖം വന്നതാണ്. അസുഖം വന്ന് അവർ മരിക്കാറായി കിടന്നു. ഒരു 48-50 വയസ്സിനകത്ത് പ്രായം വരും അവർക്ക്. ആ പ്രായമുള്ള സഹോദരിക്ക് ഇതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നം വന്നു. അങ്ങനെ അവർ ഇത് മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെ അഡ്മിറ്റായിരുന്ന എൻ്റെ പപ്പയും അമ്മയൊക്കെ പറഞ്ഞിടാ, നീ ഇതുപോലെ ചേട്ടൻ്റെ ഭാര്യ ഇതുപോലെ സുഖമില്ലാതെ കിടക്കുന്നു, നീ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് കൂട്ടാക്കിയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് പോകാനായിട്ട് ശരി, ഞാൻ ദൈവാത്മാവ് പറഞ്ഞതല്ലേ, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്യഭാഷ പറഞ്ഞ് പോകാൻ തുടങ്ങി. അപ്പം ഞാൻ കാറ് കൊണ്ടുവന്ന് ഞാൻ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം നോക്കിയപ്പം അവിടെ ഒന്നും സ്ഥലമില്ല. എന്നാൽ എനിക്ക്
ഡോക്ടേഴ്സിൻ്റെ കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി. അപ്പോൾ അവിടുത്തെ ആ വ്യക്തി പറഞ്ഞ് ഇവിടെ പാർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് എത്ര മിറക്കിളെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ നടന്നിങ്ങനെ പോവുക. നടന്നു പോകുമ്പം നമുക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാൻ പല പ്രാവശ്യം അവിടെ ട്രാക്റ്റും ബൈബിളൊക്കെ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും അകത്ത് കയറ്റി വിടത്തില്ല ആരും. പക്ഷേ ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഈ വ്യക്തി അവിടെ നിന്ന് 2 സെക്യൂരിറ്റിമാർ എൻ്റെ അടുത്ത് എന്നെ ഒന്ന് നോക്കിയിട്ട് അവർ പെട്ടെന്ന് എനിക്ക് മാറിത്തന്ന് അവർ എൻ്റെ അടുത്ത് കയറിപ്പോകാൻ പറഞ്ഞു. ഞാനങ്ങ് കയറിപ്പോയിട്ട് ഞാൻ അന്യഭാഷ പറഞ്ഞ് തന്നെ പോവുക. അന്യഭാഷ പറഞ്ഞ് പോയി അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റലിൻ്റെ അതിൻ്റെ വാതിൽക്കൽ എത്തുമ്പോൾ എൻ്റെ ചേട്ടൻ അങ്ങ് താഴെ നിൽക്കുവാണ്. അപ്പോൾ അവൻ പറഞ്ഞു അവിടോട്ട് ആരും കയറ്റി വിടത്തില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ശരി, ഓക്കെ, നീ വരണ്ട, നീ ഇവിടെ നിൽക്കുക, എനിക്ക് അങ്ങോട്ട് പോകാനുള്ള നിയോഗമുണ്ട്, ഞാൻ അങ്ങോട്ട് കയറിപ്പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നടന്നു പോകുമ്പോൾ തന്നെ ഒരു സഹോദരി അവിടെ 2 സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റൽ അതിൻ്റെ വാതിൽ തുറക്കാനായിട്ട് പോയപ്പം അവിടെ നിന്ന് ഒരു സഹോദരി ഈ ഡോറ് തുറന്ന് എന്നോട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവിടെ കിടക്കുന്നത് ഞാനൊരു പാസ്റ്ററാണ്, അവിടെ കിടക്കുന്നതിൻ്റെ ഒരു ചേച്ചിയാണ്, അപ്പം എൻ്റെ ഒരു സഹോദരൻ്റെ ഭാര്യയാണ്, എനിക്ക് അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇപ്പോൾ റൗണ്ട്സ് നടക്കുന്ന സമയമാണ്, ഇപ്പോൾ ആരെയും അകത്ത് കയറ്റി വിടത്തില്ല. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ സഹോദരി പറഞ്ഞ് അല്ലെങ്കിൽ പാസ്റ്റർ പെട്ടെന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എനിക്ക് 1 മിനിറ്റ് മതിയെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് ആ സഹോദരിയെ നോക്കിയപ്പം ഒരു 90 വയസ്സായ അമ്മ എങ്ങനെ കിടക്കുമോ അതുപോലെ ചുരുണ്ടുകൂടി കിടക്കുമായിരുന്നു. ചുരുണ്ടുകൂടി അല്പം പോലും ഒരു ചെറിയ കുട്ടി കിടക്കുന്ന കണക്ക്, ഒരു എല്ല് മാത്രമേ ഉള്ളൂ, ശരീരത്തിൽ അസ്ഥി മാത്രമേ ഉള്ളൂ, അങ്ങനെ കിടക്കുമായിരുന്നു. ഒരു എല്ലും തൊലിയായിട്ട് ഒരു തൊലി മാത്രം കാണാം, ബാക്കി ഒന്നുമില്ല, പിന്നെ എല്ലുകൾ മാത്രം കാണാൻ പറ്റും. അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഇന്നോ നാളെയോ മരിച്ചു പോകും, ആ ഒരു റേഞ്ചിൽ കിടക്കുമായിരുന്നു. പക്ഷേ ദൈവം എന്നെ അവിടെ കൊണ്ടെത്തിച്ച് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ ദൈവശക്തി എൻ്റെ മേലെ ഇറങ്ങി. അപ്പം ഞാൻ അതേപോലെ എൻ്റെ ആ ചേച്ചിയുടെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ മിറക്കിളെന്ന് വേണം പറയാൻ. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ സഹോദരി കണ്ണ് തുറന്ന് പിന്നെ വാർഡിലേക്ക് മാറ്റി. പിന്നെ ഇപ്പോഴും അവർ സന്തോഷത്തോടെ ജീവനോടെ ഇരിക്കുന്നു. അതുമാത്രമല്ല പലരെയും ദൈവം അപ്പം മുന്നമേ എനിക്കിങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ പഞ്ചാബിൽ പോയപ്പോൾ വേറൊരു ദിവസം ഒരു സഹോദരൻ ഇതുപോലെ ഒരു വീൽ ചെയറിൽ എടുത്തുകൊണ്ട് ഒരു 3-4 പേരായിട്ട് എടുത്തും കൊണ്ടുവന്ന് അവിടെ കൊണ്ടിരുത്തിയിട്ട് അപ്പോൾ ഞാൻ ഗസ്റ്റായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ സഹോദരനെ കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം. കൊണ്ടുവന്നത് കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അനക്കവും ഉണ്ടായില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ ഗൈഡൻസ്, ദൈവം പറഞ്ഞിട്ടല്ല ഞാൻ പോയി പ്രാർത്ഥിച്ചത്, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു മനസ്സാക്ഷി നിമിത്തം ഞാൻ പോയി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോൾ ഒന്നും സംഭവിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ അവസരം തന്നു. പ്രസംഗിക്കാൻ അവസരം തന്നു. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പിശാച് ഒരു സഹോദരിയെ മേലെ ഇളവി. ആ സഹോദരി പറയുവാണ് 35 വർഷമായിട്ട്, അതായത് അവർക്ക് 35 വയസ്സ് പ്രായമേ. ആ 35 വർഷമായിട്ട് ഈ സഹോദരിയുടെ മേൽ, അതായത് അവരുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവരുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ സഹോദരിക്ക് പിശാച് പിടിച്ചതാണ്. അവർ പുറത്ത് വന്ന് 35 വർഷമായിട്ടും ഈ പിശാച് അവരുടെ മേലിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ പിശാചാണ് അവരുടെ വീട്ടിനകത്ത് പല കാര്യങ്ങളും ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പിശാചിനെ പുറത്താക്കിയതിന് ശേഷം ഞാൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ് നീ ഇപ്പോൾ പോയി ആ ഇരിക്കുന്ന ആ സ്ട്രോക്ക് വന്ന ആ പുള്ളിയെ ചെന്ന് കൈ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ആ പയ്യനെ ആളെ പിടിച്ച് തൂക്കിയെടുത്തതും ഉടനെ തന്നെ അയാൾ എണീറ്റ് വരാൻ തുടങ്ങി. എണീറ്റ് വന്ന് അപ്പോൾ എനിക്ക് എണീറ്റ ആളിന് മനസ്സിലായി എനിക്കിനി നടക്കാൻ പറ്റുമെന്ന്. അദ്ദേഹം എണീറ്റ ആൾ നടക്കാൻ തുടങ്ങി. അതുപോലെ പുള്ളിയുടെ കൈ ഇത്ര ദൂരെ പൊങ്ങത്തുള്ളായിരുന്നു, കൈ പൊങ്ങത്തില്ലായിരുന്നു. പിന്നെ അയാൾ കൈ പൊക്കി ഹല്ലേലൂയ പറഞ്ഞു. പിന്നെ അയാളുടെ ഇങ്ങനെ ഈ അലവൊക്കെ ഇങ്ങനെ തിരിഞ്ഞായിരുന്നത്, അതൊക്കെ നേരെയായി. പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ദൈവം ഭയങ്കര വിടുതൽ അവിടെ സംഭവിച്ചു. അതുപോലെ തന്നെ മറ്റൊരു മിറക്കിൾ പറയുവാണെങ്കിൽ, എൻ്റെ ജീവിതം പറയുവാണെങ്കിൽ കർത്താവ് ചെയ്ത മിറക്കിളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നെയ്യാറ്റിൻകര ഭാഗത്ത് ഒരു 32-35 വയസ്സ് പ്രായത്തിനകത്തുള്ള ഒരു പയ്യൻ,
അവന് ഭ്രാന്ത് വന്നിട്ട്, ഭ്രാന്തെന്ന് വെച്ചാൽ അവൻ ഡീഅഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടിട്ടിരുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് അവൻ്റെ മരുന്നൊക്കെ കയറ്റി അവന് അതിനുശേഷം അവനൊരു ഭ്രാന്തായി, കൂടുതലായിട്ടും ഭ്രാന്തായി. അവന് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ, അതായത് ഒരു മുറിയിൽ നിന്ന് ഇപ്പുറത്തെ മുറിയിലോട്ട് ഇറങ്ങത്തില്ല, ആ രീതിയിലുള്ള ഒരു സംഭവം. അതായത് അവന് ആ മരുന്നൊക്കെ ശരീരത്തിൽ കയറി അവൻ്റെ ശരീരമെല്ലാം ശോഷിച്ചു പോയി. കർത്താവ് എന്നെ കുടുംബമായിട്ട് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ആ പ്രാർത്ഥിച്ച നിമിഷം തന്നെ അവൻ പറഞ്ഞു എൻ്റെ ശരീരത്തിൽ ഒരു വൈബ്രേറ്റ് അടിച്ചെന്ന് പറഞ്ഞു. അവൻ ശരീരം മൊത്തം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അവന് എണീറ്റ് നിന്ന് അവൻ്റെ മുറി വിട്ട് പുറത്ത് വന്ന് അവൻ 10-20 മിനിറ്റോളം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവൻ്റെ ശരീരത്തിൽ നിന്ന് ഇതിൻ്റെ ഭ്രാന്തിൻ്റെ എല്ലാ ലക്ഷണവും മാറിപ്പോയി. ഇപ്പോൾ അവൻ രണ്ട് പ്രാവശ്യം ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ ഇപ്പോൾ അവൻ നല്ല ബെറ്റർ ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു അനുഭവം പറയുകയാണെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ അങ്ങേ വർഷം ഞാൻ പഞ്ചാബിൽ പോയപ്പോൾ മെയ് ആ സമയത്താണ് പോയത്. മെയ് 30 ആ സമയത്താണ് പോയത്. അപ്പോൾ അവിടെ 45-49 വരെയുള്ള ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു. ആ സമയത്ത് ചൂട് ഉള്ള സമയത്ത് അവിടെ ചെന്ന് കയറി ചെയ്തും അവിടെയുള്ള സഹോദരി, അവിടുത്തെ പാസ്റ്റർ ഭാര്യ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഈ ട്രാക്റ്റും ബൈബിൾ കൊടുക്കുന്ന സമയം വൈകുന്നേരം 4 മണി സമയത്ത് ട്രാക്റ്റും ബൈബിൾ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് ട്രാക്റ്റും ബൈബിളൊക്കെ കൊടുക്കും. ആ സമയത്ത് ഈ മഴ വരുന്ന സമയത്ത് കർത്താവിനോട് പറയും, കർത്താവേ അപ്പൻ്റെ വേലയാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് മഴ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈ ഉയർത്തി ഇങ്ങനെ കാണിക്കും. അപ്പം പല പ്രാവശ്യമൊന്നുമല്ല, എല്ലാ പ്രാവശ്യവും മഴ മാറിപ്പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ ചെറുതായിട്ട് മഴ പെയ്തിട്ട് പെട്ടെന്ന് ഇനങ്ങ് മാറും. അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മഴ വരുത്തുക എന്ന് പറയുന്നപ്പോൾ എനിക്കൊരു ടാസ്ക്കായി. അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ വെറുതെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ അവിടെ നിന്നുണ്ടാ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ മഴ വരട്ടെ എന്ന് പറഞ്ഞു. മഴ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റൂമിനകത്ത് കയറിപ്പോയി ഡ്രസ്സ് മാറാൻ പോയതും, അതായത് ഞാൻ വന്ന സമയത്ത് ഈ സൗകര്യം പറഞ്ഞതിനടുത്ത് ഈ പാസ്റ്റർ ഭാര്യ പറഞ്ഞത്. അപ്പോൾ ഞാൻ അകത്ത് കയറി ഡ്രസ്സ് മാറിക്കൊണ്ട് നിന്നതും ഭയങ്കരത്തിൽ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഭാര്യ ഓടിക്കൊണ്ടുവന്ന്, പാസ്റ്ററെ മഴ വന്നു, അതുകൊണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണല്ലോ, മഴ വന്നല്ലോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മഴ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഴ വന്നത്. അപ്പോൾ അങ്ങനെ അടുത്ത വർഷം ഞാൻ വീണ്ടും അവിടെ പോയപ്പോൾ ഈ സഹോദരി വീണ്ടും ആ സമയത്ത് ഓഗസ്റ്റ് ആ സമയത്താണ് വീണ്ടും ഞാൻ പോയത്. ആ സമയത്തും മെയ് ജൂൺ ആ സമയത്താണെന്ന് തോന്നുന്നു. അതെ, ആ സമയത്താണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ഒരു കൺവെൻഷന് വേണ്ടി പോയതാണ്. ആ സമയത്ത് ഈ സഹോദരി പറഞ്ഞ്, പക്ഷേ മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, കഴിഞ്ഞ പ്രാവശ്യം മഴ വന്നല്ലോ എൻ്റെ ഉള്ളിൽ, എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം മഴ വന്നു ഞാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ പ്രാവശ്യം മഴ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ മഴ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ മഴ വന്നില്ല. ഹല്ലേലൂയ. മഴ വരാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മഴ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഴ വന്നു. പക്ഷേ അതേപോലെ ഈ പ്രാവശ്യം മഴ വരുമെന്നുള്ള എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ പറഞ്ഞതാണ്. ദൈവത്തോട് ആ ഒരു വരുമെന്നും അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലായിരുന്നു. അപ്പം ആ സഹോദരി, അവിടുത്തെ പാസ്റ്റർ ഭാര്യയും പാസ്റ്ററൊക്കെ പറഞ്ഞ്, പാസ്റ്ററെ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ മഴ വന്നു, ഈ പ്രാവശ്യം എന്ത് പറ്റി, മഴ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കർത്താവിനോട് പറഞ്ഞു, അതേ കർത്താവ്, അപ്പോൾ ഞാനും അന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ മഴ വന്നല്ലോ പാപ്പ, ഇപ്പോൾ എന്താ മഴ വരാത്തത്? അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് യാദൃച്ഛികമായി മഴ വന്നതാണോ എന്നെനിക്കൊരു കൺഫ്യൂഷനായി. അപ്പം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാമെന്ന് കരുതി. എന്നാലും എൻ്റെ ഉള്ളിലൊരു വിഷമം, എന്നാൽ അങ്ങ് കഴിഞ്ഞ പ്രാവശ്യം മഴ വന്നെങ്കിൽ ഇപ്രാവശ്യം മഴ വരേണ്ടതല്ലേ? അപ്പോൾ എനിക്ക് തന്ന അനോയിൻറ്റിങ് അല്ലേ പപ്പ എനിക്ക് തന്ന അനോയിൻറ്റിങ് അല്ലേ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയായപ്പോൾ ആ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഇതുവരെ മഴ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, മഴ വരും എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോയി. പിറ്റേ ദിവസം ഈ സഹോദരി രാവിലെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, പാസ്റ്റർ മഴ വന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. അപ്പോൾ ഞാൻ റൂമിനകത്ത് കയറി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് പോലെ മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞ്, ആ സഹോദരി അടുത്ത് പോയി ഇപ്പം മഴ വരുമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത് അവരോട് പോയി പെട്ടെന്ന് മഴ വരുമെന്ന് ഞാൻ പറഞ്ഞു, കർത്താവിനോട് പറയുന്നു മഴ വരുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ വീണ്ടും അകത്ത് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ഈ ഭയങ്കര ചൂട് കൊണ്ടും അവിടുത്തെ ചെളി മണ്ണ് പൊടിഞ്ഞ് പൊടി പോലെയാണ് ഇരിക്കുന്നത്. അതായത് ഭയങ്കര ഒരു അരിപ്പുകൊണ്ട് അരിച്ചെടുത്ത നല്ല ഭയങ്കര പൊടിയായിരിക്കും. അങ്ങനെയുള്ള സിമൻറ്റ് പോലത്തെ പൊടിയാണ്. അപ്പോൾ ഈ പൊടിയെല്ലാം ഒരു ഭയങ്കര കാറ്റ് വന്നിട്ട് പൊടിയെല്ലാം അടിച്ച് കറങ്ങിയിട്ട് വലിയ ഒരു മുഴക്കവും ഭയങ്കര കാറ്റുമൊക്കെ ആയിട്ട്
അന്തരീക്ഷമൊക്കെ മാറുന്ന ലെവലിലൊരു മഴ വരാൻ തുടങ്ങി. ഞാൻ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, കർത്താവ് തൊട്ടു എന്നുള്ള കാര്യം മനസ്സിലായി. ഭയങ്കരത്തിൽ ഒരു 1.5 മണിക്കൂർ നേരം മഴ വരാൻ തുടങ്ങി. എന്നിട്ട് അത് നോക്കിയപ്പം എനിക്ക് തന്നെ അതിശയമായിപ്പോയി. ഞാൻ ദൈവത്തോടെ കരഞ്ഞ് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കാൻ, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേട്ടാൽ നന്ദി എന്ന് പറഞ്ഞു. എന്നിട്ട് കാലാവസ്ഥ വരെ ചേഞ്ച് ആയിപ്പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് പോരുന്നത് വരെ അവിടെ ചൂടുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞത്, ഇപ്പം കുറച്ച് ചൂടാണ് പാസ്റ്റർ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ പല പല അനുഭവങ്ങളിൽ കൂടിയും ദൈവം എന്നെ കടത്തിവിട്ടു. അതായത് മിറക്കിൾസ് എന്ന് വെച്ചാൽ ഭൂതങ്ങളൊക്കെ, ഞാൻ ചർച്ചിനകത്ത് നടന്നു പോകുമ്പോൾ തന്നെ 2 സൈഡിലും ഭൂതങ്ങളൊക്കെ അതായത് മറിഞ്ഞു വീഴാറുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും കർത്താവ് എന്നെ ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എൻ്റെ കർത്താവ് എന്നെ നടത്തും. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വൈഫും 3 കുഞ്ഞുങ്ങളും ദൈവം എനിക്ക് ദാനമായി തന്നു. അപ്പം ഇത് അന്ത്യം വരെയും ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിന് വേണ്ടി, ഇനിയും സത്യസന്ധതയോടെ കർത്താവിന് വേണ്ടി ഈ ദൈവരാജ്യത്തേക്ക് പ്രയോജനമുള്ള ഈ അന്ത്യകാല ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവ് എനിക്ക് തന്നിട്ട് അതേപോലെ അനേകം പേരെ ഈ അന്ത്യകാല ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ദൈവകൃപയാൽ ഞാൻ ജീസസ് വോയിസ് മിനിസ്ട്രി എന്ന ട്രിവാൻഡ്രത്തെ ചർച്ചിലെ പാസ്റ്ററായിട്ട് ഞാൻ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ശക്തമായിട്ട് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടുത്തെ ദൈവദാസനും അതുപോലെ വേറെ ദൈവദാസന്മാരും പിന്നെ അവിടുത്തെ വിശ്വാസികളെല്ലാം നല്ല രീതിയിൽ എൻ്റെ കൂടെ അവർ സഹകരിക്കുന്നുണ്ട്. ദൈവം അവരെ മിനിസ്ട്രിയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവ് വരെയും ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളതായി തീരുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നതിന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു എൻ്റെ സാക്ഷിയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു.